അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 24-ാമത്തെ ഹദീസ്. അലാ ഉല്ലാഹി വ ഫദ്ലുഹു അലാ ഇബാദിഹി. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു തആല അവൻ്റെ അടിമകളുടെ മേലിൽ ചെയ്യുന്ന ഔദാര്യം എന്നിവയെ സംബന്ധിച്ച് പറയുന്ന ഹദീസാണ്. അൻ അബീ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അവർ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഫീമാ യർവീഹി അൻ റബ്ബിഹി അസ്സ വജല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിലായി എന്ന് പറഞ്ഞാൽ ഇത് ഖുദുസിയായ ഹദീസാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണയിലുള്ള ഹദീസുകളിലെ ആശയം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും അതിൻ്റെ ലഫ്ള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതുമാണ്. എന്നാൽ ഖുദുസിയായ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലഫ്ളും ആശയവും രണ്ടും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നാണ്. അന്നഹു ഖാല, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നി ഹറംതുൽ ളുൽമ, തീർച്ചയായും ഞാൻ അക്രമത്തെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്, അലാ നഫ്സി, എൻ്റെ ദാത്തിൻ്റെ മേലിൽ. അഥവാ അക്രമം എന്ന പ്രവർത്തനത്തെ തൊട്ട് എൻ്റെ ദാത്ത് പരിശുദ്ധമാണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൽ ളുൽമ് ഉണ്ടാവുക എന്നത് അസംഭവ്യമാണ്. കാരണം ളുൽമ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ അതിൻ്റെ സ്ഥലം അല്ലാത്തിടത്ത് വെക്കുക എന്നതാണ്. അതൊരിക്കലും അള്ളാഹുവിൽ നിന്ന് ഉണ്ടാവുകയില്ല. പരിശുദ്ധമായ ശരീഅത്തിൽ ളുൽമ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ഉടമസ്ഥതയിൽ യാതൊരു ഹക്കുമില്ലാതെ ക്രയവിക്രയം ചെയ്യലാണ്. അതും അള്ളാഹുവിൻ്റെ മേലിൽ അസംഭവ്യമാണ്. കാരണം അള്ളാഹു അല്ലാത്തവർക്ക് ഈ പ്രപഞ്ചത്തിൽ ഒന്നും ഉടമസ്ഥതയിൽ ഇല്ല. എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു തആല ജനങ്ങൾക്ക് ഒരു നിലക്കുള്ള ളുൽമും ചെയ്യുകയില്ല എന്നും അള്ളാഹുവിൽ നിന്ന് അണുമണിത്തൂക്കം ളുൽമ് സംഭവിക്കുകയില്ല എന്നും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വജഅൽതുഹു, ഞാൻ ളുൽമിനെ എൻ്റെ പരിശുദ്ധ ദാത്തിൻ്റെ മേലിൽ നിഷിദ്ധമാക്കി എന്നതുകൊണ്ട് തന്നെ ആ ളുൽമിനെ ഞാൻ ആക്കുന്നു ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ മുഹറമൻ, ഹറാമാക്കുന്നു, നിഷിദ്ധമാക്കുന്നു. അക്രമം എന്നത് വളരെ നീചമായ പ്രവർത്തനമാണ്. മറ്റുള്ള സൃഷ്ടികളെ പ്രയാസപ്പെടുത്തലാണ്. ഫലാ തലാലമു, അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം ളുൽമ് ചെയ്യരുത്, അക്രമം പ്രവർത്തിക്കരുത്. പരിശുദ്ധമായ ദീനിൽ, അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ, കുടുംബബന്ധത്തിൽ, അഭിമാനത്തിൽ, ബുദ്ധിയിൽ, സമ്പത്തിൽ ഒന്നിലും ളുൽമ് പാടില്ല. ദീനിൽ ളുൽമ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദീനിൽ നിന്ന് പുറത്തു പോവുക എന്നാണ് അർത്ഥം. ശരീരത്തെ ളുൽമ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരീരത്തെ കൊല്ലുക, ശരീരത്തിലെ അവയവങ്ങളെ മുറിക്കുക, ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണപാനീയങ്ങൾ കൊടുക്കാതിരിക്കുക എന്നതാണ്. അഭിമാനത്തിൽ ളുൽമ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളെ ചീത്ത പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്തു എന്ന് ആരോപണം നടത്തുക. ബുദ്ധിയോട് ളുൽമ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ തകരാറാക്കുന്ന രൂപത്തിലുള്ള ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുക. സമ്പത്തിൽ ചെയ്യുന്ന ളുൽമ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഉടമസ്ഥതയിലുള്ളതിനെ നാം തട്ടിപ്പറിക്കുക, കൈയടക്കി വെക്കുക, അല്ലെങ്കിൽ മോഷണം നടത്തുക. അപ്പം ഈ രൂപത്തിൽ ഒരു നിലക്കുള്ള ളുൽമും നിങ്ങളിൽ നിന്ന് ഉണ്ടാകരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. അക്രമത്തിൻ്റെ ഗണത്തിലാണ് പണ്ഡിതന്മാർ അക്രമിയെ സഹായിക്കലിനെയും അക്രമിക്ക് വേണ്ടി ദുആ ചെയ്യലിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരക്രമിയായ മനുഷ്യൻ എന്നും ഇവിടെ ശേഷിക്കണം എന്ന് ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് അക്രമമാണ്. കാരണം ഭൂമിയിൽ അള്ളാഹുവിന് എതിര് ചെയ്യപ്പെടലിനെ അവൻ ഇഷ്ടപ്പെട്ടു എന്ന് വേണം അവൻ്റെ ദുആയിൽ നിന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഹദീസുകളിൽ പറയുന്നത് കാണാം, അക്രമികളും അക്രമികളുടെ സഹായികളും നരകത്തിലാണ്.
ഈ ഖുദ്സിയായ ഹദീസിലെ രണ്ടാമത്തെ ഉപദേശമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ ഇബാദി, എൻ്റെ അടിമകളെ, കുല്ലുക്കും ളാല്ലുൻ, നിങ്ങളെല്ലാവരും വഴിപിഴച്ചവരാണ്. പരിശുദ്ധമായ ശരീഅത്തുകളെ തൊട്ട് അശ്രദ്ധയിലാണ്. എങ്ങനെയാണ് എന്നെ ദിക്ർ ചെയ്യേണ്ടത് എന്നും എങ്ങനെയാണ് എനിക്ക് ഇബാദത്ത് ചെയ്യേണ്ടത് എന്നും എങ്ങനെയാണ് എനിക്ക് അടിമയാകേണ്ടത് എന്നും നിങ്ങൾ അറിയാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ അശ്രദ്ധയിലാണ്. ഇല്ലാമൻ ഹദൈത്തുഹു, ഞാൻ സന്മാർഗത്തിലാക്കിയ ആളുകൾ ഒഴികെ. കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിക്കാനും വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കാനും ഞാൻ തൗഫീഖ് ചെയ്ത പ്രത്യേകക്കാരായ ആളുകൾ, അവർ മാത്രമാണ് ഹിദായത്തിൽ ഉള്ളത്. അതുകൊണ്ട് ഫസ്തഹ്ദൂനി, നിങ്ങൾ എന്നോട് ഹിദായത്തിനെ തേടണം. എന്നാൽ അഹ്ദിക്കും, ഞാൻ നിങ്ങളെ ഹിദായത്താക്കും. എന്നോട് നിങ്ങൾ ഹിദായത്തിനെ തേടണം എന്ന് പറഞ്ഞാൽ ഹക്കായ സത്യമായ വഴിയെ അറിയിച്ചു തരലിനെ എന്നോട് നിങ്ങൾ തേടണം. അങ്ങനെ തേടിയാൽ തീർച്ചയായും ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ പറ്റുന്ന വഴിയുടെ മേലിൽ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരും എന്നാണ് അഹ്ദിക്കും എന്ന പദത്തിൻ്റെ അർത്ഥം. ഇവിടെ ഓരോ സത്യവിശ്വാസിയോടും അല്ലെങ്കിൽ ഓരോ മനുഷ്യനോടും അല്ലാഹു തആല പറയുന്നത് അള്ളാഹുവിനോട് ഹിദായത്തിനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ്. ഓരോ സത്യവിശ്വാസിയും നിസ്കരിക്കുന്ന സന്ദർഭങ്ങളിൽ ഓരോ റക്അത്തിലും ഫാത്തിഹ സൂറത്തിലൂടെ അവൻ്റെ റബ്ബിനോട് ഹിദായത്ത് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഹിദായത്തിനെ അള്ളാഹുവിനോട് ചോദിക്കണം എന്നത് നമ്മോട് തേടപ്പെടാനുള്ള കാരണം നാം എപ്പോഴും അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ് എന്ന് വെളിവാക്കാൻ വേണ്ടിയാണ്. നാം അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിക്കുന്നതിൻ്റെ മുമ്പ് നാം ഹിദായത്തിലായി എങ്കിൽ അത് നമ്മൾ സ്വയം ഹിദായത്തിലായതാണ് എന്ന് മനുഷ്യർക്ക് തോന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഹിദായത്തിലായ ഒരു മനുഷ്യൻ അവൻ വീണ്ടും വീണ്ടും ഹിദായത്തിനെ തേടുന്നത് എന്തിനു വേണ്ടി? എന്താണ് ആ തേട്ടത്തിൻ്റെ അർത്ഥം എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അതിന് പണ്ഡിതന്മാർ പറയുന്ന മറുപടി, അവനിപ്പോൾ നിലകൊള്ളുന്ന ആ ഹിദായത്തിൻ്റെ മേലിൽ അവൻ സ്ഥിരമാകലും ആ ഹിദായത്തിൽ എന്നും നിലനിൽക്കലുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹത്തുക്കളായ പണ്ഡിതന്മാർ ഹിദായത്തിനെ പല രൂപത്തിലായി നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ആഖിറത്തിൽ സ്വർഗത്തിലേക്കുള്ള ഹിദായത്ത്, അത് ഹിദായത്തിൻ്റെ ഒരു ഇനമാണ്. ആ ഒരു ഇനത്തിലേക്ക് അവൻ എത്തണമെങ്കിൽ അള്ളാഹു സന്മാർഗം കൊണ്ട് പ്രത്യേകമാക്കിയ ആളുകൾക്ക് ലഭിക്കുന്ന തൗഫീഖ് എന്ന ഹിദായത്ത് അവന് ദുനിയാവിൽ ലഭിക്കണം. ആ ഹിദായത്ത് അവന് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ അംബിയാഇൻ്റെ നാവുകളിലൂടെയുള്ള ഇസ്ലാമിലേക്കുള്ള ക്ഷണം എന്ന ഹിദായത്ത് അവൻ സ്വീകരിക്കേണ്ടതുണ്ട്. ആ ഹിദായത്ത് അവന് ലഭിക്കണമെങ്കിൽ എല്ലാവർക്കുമുള്ള അൽ ഹിദായത്തുൽ ആമ്മ, പൊതുവായൊരു ഹിദായത്ത് എന്നതും അവന് ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യഥാർത്ഥമായ ഹിദായത്തിൻ്റെ ആളുകളിൽ നമ്മെ ഉറപ്പിച്ച് നിർത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.